അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങി നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. ഭൂട്ടാൻ രാജാവ് ജിഗ്മെ വാങ്ചുക്, മൌറീഷ്യസ് വിദേശകാര്യമന്ത്രി മനീഷ് ഗോപിൻ ഉൾപ്പെടെയുള്ളവരും സംസ്കാര ചടങ്ങുകൾക്ക് ഡൽഹിയിലെ നിഗംബോധ് ഘട്ടിൽ എത്തിയിരുന്നു. ആചാരവിടികൾ മുഴങ്ങി ക്രാന്തദർശിയായ ആ ഭരണാധികാരിക്ക് രാജ്യത്തിന്റെ യാത്രാമൊഴി പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ JP നദ്ദ തുടങ്ങി നിരവധി പ്രമുഖർ സംസ്കാര ചടങ്ങുകൾക്ക് നിഗംബോധ് ഘട്ടിലെത്തി. രാവിലെ 8:30 മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം മോത്തിലാൽ നെഹ്റു മാർഗിലെ വസതിയിൽ നിന്നും AICC ആസ്ഥാനത്തെത്തിച്ചത്. പിന്നീട് 1 മണിക്കൂർ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അവസരം ലഭിച്ചു. സോണിയാഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്തിമോപചാരം അർപ്പിച്ചു. AICC ആസ്ഥാനത്ത് നിന്ന് ഭൗതിക ശരീരം വിലാപയാത്രയായാണ് നിഗംബോധ് ഘട്ടിലേക്ക് കൊണ്ടുപോയത്. മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന ഇന്ത്യൻ ജനതയ്ക്കൊപ്പം താനും ജില്ലും പങ്കുചേരുന്നുവെന്ന് വൈറ്റ് ഹൌസിൽ നിന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് പുടിൻ അനുശോചനം രേഖപ്പെടുത്തി. വേർപാടിലെ ദുഃഖം പാകിസ്ഥാൻ മുൻ ധനകാര്യമന്ത്രി ഇഷാഖ് ദാറും വ്യക്തമാക്കി. 2014 ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ മൻമോഹൻ സിംഗ് പറഞ്ഞു, "ഞാൻ എന്തു ചെയ്തു, എന്ത് ചെയ്തില്ല എന്ന് വിലയിരുത്തേണ്ടത് ചരിത്രമാണ്. ചരിത്രം മഹാപുരുഷൻ എന്ന് തന്നെ വിലയിരുത്തുമെന്ന് ഉറപ്പുണ്ടായിരുന്നു മൻമോഹന്." അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയം സെൻസെക്സിൽ തുടർച്ചയായി മുന്നേറ്റത്തിന് കാരണമായപ്പോൾ അന്നിറങ്ങിയ ചില പ്രസിദ്ധമായ പത്രങ്ങളുടെ തലക്കെട്ട് ഇപ്പോഴും അന്വർത്ഥമാണ്. സിംഗ് ഇസ് ദ കിങ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് സ്മാരകം പണിയുന്നതിനെ സംബന്ധിച്ചും വിവാദം. സംസ്കാര ചടങ്ങുകൾ നടന്ന അതേ സ്ഥലത്ത് സ്മാരകം വേണമെന്ന നിലപാടിലാണ് കോൺഗ്രസ്. വിഷയത്തിൽ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കരുതെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ട് BJP നേതാക്കൾ രംഗത്തെത്തി. പ്രണബ് മുഖർജിയെയും PV നരസിംഹറാവുവിനെയും കോൺഗ്രസ് മറന്നെന്ന ആരോപണവും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന അതേ സ്ഥലത്ത് മൻമോഹൻ സിംഗിന്റെ സ്മാരകം നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകൾ ആരായണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിഷയം ധരിപ്പിക്കുകയും ആഭ്യന്തരമന്ത്രിക്ക് കത്തു നൽകുകയും ചെയ്തു. കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന് സ്മാരകത്തിനായി ഒരു സ്ഥലം കണ്ടെത്താൻ കഴിയാത്തതെന്ന് മനസ്സിലാകുന്നില്ല എന്നും ഇന്ത്യയുടെ ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രിയെ അപമാനിക്കുകയാണെന്നും ജയറാം രമേശ് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നത് കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്ന് BJP തിരിച്ചടിച്ചു. മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവിനെ അദ്ദേഹത്തിന്റെ മരണശേഷം കോൺഗ്രസ് എങ്ങനെ അനുസ്മരിച്ചുവെന്ന് ഓർക്കണമെന്നും BJP. മുൻ രാഷ്ട്രപതിയായിരുന്ന തന്റെ പിതാവിനോട് കോൺഗ്രസ് എത്ര മോശമായാണ് പെരുമാറിയതെന്ന് പ്രണബ് മുഖർജിയുടെ മകളും ട്വീറ്റ് ചെയ്തു. രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിമാരെ ആദരിക്കുന്ന പാരമ്പര്യം ഉയർത്തിപ്പിടിക്കണമെന്ന വിഷയത്തിൽ രാഷ്ട്രീയം ആവശ്യമില്ലെന്ന് SP അധ്യക്ഷൻ അഖിലേഷ് യാദവ്. മൻമോഹൻ സിംഗിന്റെ കുടുംബത്തിന്റെ ആഗ്രഹങ്ങളെ മാനിക്കണമെന്ന് BSP അധ്യക്ഷ മായാവതി. സ്മാരകത്തിനായി സ്ഥലം അനുവദിക്കുമെന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ഇത് അറിയിച്ചിട്ടുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.